ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 14 കാർ കമ്പനീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം പൊതുവെ എപ്പോഴും സെയിൽസിൽ നല്ല ഫ്ലക്ച്വേഷൻ വരാറുള്ളതാണ്. ഇപ്രാവശ്യം ആക്ച്വലി കുറച്ച് കുറവാണ്. എനിവേ 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ജീപ്പ് തന്നെയാണ്. അത് പിന്നെ ജീപ്പ് അല്ലെ സിട്രോയിൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യം ഏതായാലും ജീപ്പാണ്. കഴിഞ്ഞ മാസം 294 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഫെബ്രുവരിയിൽ മിക്ക കമ്പനികൾക്കും സെയിൽ കുറവായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ സെയിലും കൂടിയിട്ടുണ്ട്. 268 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഫെബ്രുവരിയിൽ കിട്ടിയത്. 26 വാഹനങ്ങളുടെ വ്യത്യാസം 9.7% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. പൊതുവെ ഇത്രയും ലോ വോളിയം സെയിൽസ് വരുന്ന സമയത്ത് പെർസെൻറ്റേജിൻ്റെ കണക്ക് വളരെ കൂടുതലായിരിക്കും ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പം അതും സംഭവിച്ചിട്ടില്ല. പെർസെൻറ്റേജും കുറവാണ്, വലിയ ഗ്രോത്തും വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇനിയിപ്പം 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കും, സിട്രോയിൻ ആണ്. സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന രണ്ട് കമ്പനികളാണ് എപ്പോഴും 14th പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാറുള്ളത്. സിട്രോയിന് കഴിഞ്ഞ മാസം 407 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കുറച്ച് സെയിൽ കൂടിയിട്ടുണ്ട്, കാരണം ഫെബ്രുവരി മാസത്തിൽ 293 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയായിരുന്നുള്ളൂ. 114 വാഹനങ്ങളുടെ വ്യത്യാസം 38.91% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി മന്ത് ഓൺ മന്ത് ബേസിൽ സിട്രോയിൻ ആണ്. എഗൈൻ അത് ലോ വോളിയം സെയിൽസ് ആയതിൻ്റെയാണ് 500 താഴെയുള്ള സെയിൽസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വ്യത്യാസം കണക്കെടുക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് കണക്ക് കുറച്ച് മുകളിലേക്ക് പോകുന്നതാണ്. പക്ഷെ എന്നാലും സെയിൽ കൂടി എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാൻ ആണ്. നിസാൻ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയിലാകെ മാഗ്നൈറ്റ് മാത്രമേ ഒരു മെയിൻ വാഹനമായിട്ടുള്ളൂ. പിന്നുള്ളത് എക്സ്ട്രയിലാണ്. കൂടുതൽ സെയിൽസ് കിട്ടുന്നത് തീർച്ചയായും മാഗ്നൈറ്റ് തന്നെയാണ്. എന്നിട്ടും കഴിഞ്ഞ മാസം 2499 വാഹനങ്ങളുടെ സെയിൽസാണ് അവർക്ക് കിട്ടിയത്. 2328 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഫെബ്രുവരിയിൽ കിട്ടിയിരുന്നത്. അതായത് 171 വാഹനങ്ങളുടെ വ്യത്യാസം 7.35% ഗ്രോത്ത് റേറ്റും ഉണ്ട്. വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും വന്നിട്ടില്ല എങ്കിലും ഒറ്റ വണ്ടിയേ ഉള്ളൂ എന്ന രീതിയിൽ നോക്കുമ്പം തിരക്കേടില്ലാത്ത സെയിൽ ഇവർക്കും കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ അടുത്ത വർഷം നിസാൻ്റെ പുതിയൊരു വാഹനമൊക്കെ വരുമ്പം, നിസാൻ്റെ മാത്രമല്ല റെനോയുടെയും പുതിയ അബവ് 4 മീറ്റർ SUV വരുന്ന അടുത്ത വർഷമാണ്. അതൊന്ന് പെട്ടെന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഈ രണ്ട് കമ്പനികൾക്കും ഗുണം ഉണ്ടായേനെ. പക്ഷേ എന്തായാലും ലേറ്റ് ആവുന്നുണ്ട്. ഇനിയും നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയും റെനോ തന്നെയാണ്. കഴിഞ്ഞ മാസം 2846 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 2676 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. 170 വാഹനങ്ങളുടെ വ്യത്യാസം 6.35% ഗ്രോത്ത് റേറ്റ് റെനോയ്ക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിസാൻ ആകപ്പാട് ഒറ്റ വണ്ടി ഉള്ളതെങ്കിലും പറയും മാസ് മാർക്കറ്റായിട്ട്. റെനോയ്ക്ക് പക്ഷേ ട്രൈബർ ഉണ്ട്, കൈഗർ ഉണ്ട്, ക്വിഡ് ഉണ്ട്. ഈ 3 വണ്ടികൾ വെച്ചാണ് ഇവർക്ക് 2800 സെയിൽ വന്നിരിക്കുന്നത്. അതായത് ഇവരുടെ അവസ്ഥ നിസാനേക്കാൾ കുറച്ചുകൂടെ കഷ്ടമാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത കമ്പനി ഫോക്സ് വാഗൻ ആണ് 10th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 3538 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ 3110 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 428 വാഹനങ്ങളുടെ വ്യത്യാസം 13.76% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. സ്കോഡ ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. റീസൺ മറ്റൊന്നല്ല, കൈലാക്ക് തന്നെയാണ്. അത് നമുക്ക് ആ ഒരു സമയത്ത് പറയാം. ഫോക്സ് വാഗൻ ഇപ്പം അങ്ങനെ ഒരു സബ് 4 മീറ്റർ SUV ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും 3500 4000 ആ റേഞ്ചിലൊക്കെ തന്നെ നിൽക്കുന്നത്. കാരണം രണ്ട് മെയിൻ മാസ് മാർക്കറ്റ് വാഹനങ്ങൾ ഇവർക്ക് വരുന്നുള്ളൂ. അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ MG ആണ്. MGക്ക് കഴിഞ്ഞ മാസം നല്ല സെയിൽ കിട്ടിയതാണ്. 5501 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹൈ ആണ്. MG നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ 85% അടുത്ത് അവർക്ക് ടോട്ടൽ സെയിൽ കിട്ടുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നാണ്. അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ വരുന്നത് വിൻസർ EVയിൽ നിന്നാണ്. എനിവേ ഫെബ്രുവരി മാസത്തിൽ 4002 വാഹനങ്ങളുടെ സെയിലായിരുന്നു അവർക്ക് കിട്ടിയത്. 1499 വാഹനങ്ങളുടെ വ്യത്യാസം 37.46% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ സിട്രോയിൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് MG. ഇവരുടെ രണ്ട് പുതിയ വണ്ടികളും അധികം വേഗാതെ വരുന്നുണ്ട്, സൈബർസ്റ്ററും അതുപോലെ MG M9ഉം. ഇനി അടുത്ത നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 7228 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. താങ്ക്ഫുള്ളി സെയിൽ ഇപ്പോൾ കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ജസ്റ്റ് 5616 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1612 വാഹനങ്ങളുടെ വ്യത്യാസം 28.7% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇവർ പുതിയ ജനറേഷൻ അമേസ് ഇറക്കി. അതിന് മുന്നേ കഴിഞ്ഞ വർഷം എലവേറ്റ് ഇറക്കിയായിരുന്നു. അതിന് മുന്നേ അവർ പുതിയ ജനറേഷൻ സിറ്റിയൊക്കെ ഇറക്കി. അങ്ങനെ അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട് ഹോണ്ട. പക്ഷേ എന്നിട്ടും സെയിൽ അങ്ങനെ അതിനനുസരിച്ച് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഇവർ എന്ത് ചെയ്താലാണ് സെയിൽ കൂടാമെന്ന് എനിക്കറിയില്ല. ഒരു സബ് 4 മീറ്റർ SUV കൂടെ ഇറക്കേണ്ടി വരും. അപ്പോഴും അവർ നന്നായിട്ട് ഇറക്കിയില്ലെങ്കിൽ പിന്നെ ഈ അവസ്ഥയായി പോകും. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയാണ്. സബ് 4 മീറ്റർ SUVയുടെ കേസ് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ശരിക്കും നന്നായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് സ്കോഡയ്ക്കാണ്. കഴിഞ്ഞ മാസം ടോട്ടൽ 7422 വാഹനങ്ങളുടെ സെയിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് കൈലാക്ക്, അതുപോലെ കുഷാക്ക്, സ്ലാഗ് തുടങ്ങി 3 വാഹനങ്ങളാണ് സ്കോഡയ്ക്ക് നമ്മുടെ ഒരു മാസ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. ഫെബ്രുവരി മാസത്തിൽ 5583 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1839 വാഹനങ്ങളുടെ സെയിൽ ടോട്ടൽ ലഭിച്ചിട്ടുണ്ട്. അതായത് വ്യത്യാസമായിട്ട് 32.94% ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. മൂന്നാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനിയും കൂടിയാണ് സ്കോഡ. സ്കോഡ എന്തായാലും നന്നായിട്ട് തന്നെ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട് ഫോക്സ് വാഗനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. ഇനിയിപ്പോൾ ഫോക്സ് വാഗൻ്റെ ഒരു സബ് 4 മീറ്റർ SUV കയ്യിലൊക്കെ ബേസ് ചെയ്ത്
വന്നാൽ അവരുടെയും സെയിൽ തീർച്ചയായും കൂടും. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ശരിക്കും നമ്മൾ 6ഉം 7ഉം അതായത് കിയയും സ്കോഡയും തമ്മിൽ ആ ഒരു സെയിൽസിൻ്റെ വ്യത്യാസം നോക്കുമ്പോൾ നല്ല രീതിയിലുണ്ട്. കഴിഞ്ഞ മാസം കിയയ്ക്ക് 25,507 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 10,000ങ്ങളിൽ വിറ്റിരിക്കുന്ന കമ്പനികളൊന്നും കഴിഞ്ഞ മാസം വന്നിട്ടില്ല. എനിവേ ഫെബ്രുവരി മാസത്തിൽ 25,026 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 481 വാഹനങ്ങളുടെ വ്യത്യാസം 1.92% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് മന്ത് ഓൺ മന്തിൽ ഒരു വിറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ഏറ്റവും കുറവ് ഈ ലിസ്റ്റിൽ ഇവർക്കാണ്. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം 25,000 സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അത് കുറവല്ല. അതുപോലെ തന്നെ 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 28,373 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 26,414 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1,959 വാഹനങ്ങളുടെ വ്യത്യാസം 7.42% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ടൊയോട്ടയ്ക്കും കഴിഞ്ഞ മാസം നല്ല സെയിൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയും. പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല. ഇനി ഫെബ്രുവരി മാസത്തിൽ 2nd പൊസിഷനിൽ നിന്നിരുന്ന കമ്പനിയായിരുന്നു മഹീന്ദ്ര. കഴിഞ്ഞ മാസം പിന്നെയും അവരുടെ ടിപ്പിക്കൽ സ്ഥാനമായ 4th പൊസിഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. 48,048 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ഇവർക്ക് ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ 50,420 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. പക്ഷേ ഈ മാസം അത്രയും കിട്ടിയിരുന്നെങ്കിലും ഇവർക്ക് 4th പൊസിഷനിൽ തന്നെ നിൽക്കേണ്ടി വന്നേനെ. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് 3rd പൊസിഷനിലുള്ള വണ്ടിയുടെ സെയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. എനിവേ ഇവിടെ ഇപ്പോൾ നമ്മൾ മന്ത് ഓൺ മന്ത് നോക്കുമ്പോൾ 2,372 വാഹനങ്ങളുടെ വ്യത്യാസവും 4.7% ഡീഗ്രോത്ത് റേറ്റുമാണ് കാണാൻ പറ്റുന്നത്. ഈ ലിസ്റ്റിലാകപ്പാടെ 2 കമ്പനികൾക്ക് മാത്രമേ ഡീഗ്രോത്ത് ഉള്ളൂ. അതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് ടാറ്റയാണ്. കഴിഞ്ഞ മാസം 51,616 വാഹനങ്ങളുടെ സെയിലാണ് ടാറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 46,437 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് താഴ്ന്നു പോയി. അതുകൊണ്ടാണ് ടാറ്റ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഫെബ്രുവരിയിൽ 4th പൊസിഷനിലായി പോയത്. വ്യത്യാസം ഇവിടെ 5,279 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 11.15% വന്നിരിക്കുന്നത്. സോ മഹീന്ദ്രയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഏകദേശം 3,000 വണ്ടികൾക്ക് മുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 50,000-നടുത്ത് മഹീന്ദ്ര കഴിഞ്ഞ മാസം വിറ്റിരുന്നെങ്കിലും ടാറ്റ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വേറൊരു രസം, ഇനിയിപ്പം 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയുടെ സെയിൽ നോക്കുമ്പോഴാണ്. ഹ്യുണ്ടായി ആണത് തീർച്ചയായും. കഴിഞ്ഞ മാസം 51,820 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അതായത് വെറും 202 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഹ്യുണ്ടായും ടാറ്റയും തമ്മിൽ കഴിഞ്ഞ മാസം ഉള്ളൂ. ആ ഒരു വ്യത്യാസം ടാറ്റയ്ക്ക് കൂടുതൽ ഓവർകം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് 2nd പൊസിഷനിൽ ഇരിക്കാമായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 47,727 വാഹനങ്ങളുടെ സെയിലാണ് ഹ്യുണ്ടായിക്ക് ലഭിച്ചത്. അതായത് 4,093 വാഹനങ്ങളുടെ വ്യത്യാസവും 8.58% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,50,743 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയത്. ഫെബ്രുവരിയിൽ 1,60,791 വണ്ടികളുടെ സെയിൽ കിട്ടിയതാണ്. അതായത് 10,048 വാഹനങ്ങളുടെ വ്യത്യാസം 6.25% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇവരെ പറ്റി പറയാനുള്ളത്. ചെറിയ ഡീഗ്രോത്ത് ഉണ്ട്, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. 1,50,000-നടുത്ത് സെയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏതായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ 14 കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.